വനിതാ CPO ലിസ്റ്റിൽ 45 പേർക്ക് സർക്കാർ അഡ്വൈസ് മെമ്മോ നൽകി. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ 2 ദിവസം ബാക്കി നിൽക്കെയാണ് അഡ്വൈസ് മെമ്മോ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 3 പേർക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി. മീര മനോഹരൻ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മീര, ഏതായാലും 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. അപ്പോഴും ആ സമരപ്പന്തലിലുള്ള 3 പേർക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. സമരത്തിന്റെ ഭാവി സംബന്ധിച്ച് ഇനി 2 ദിവസം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് കഴിയാൻ ബാക്കിയുള്ളത്. സമരത്തിന്റെ ഭാവി സംബന്ധിച്ച് എന്താണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്? ലക്ഷ്മി, സമരം അവസാനത്തെ 2 ദിവസത്തിലും സമരം തുടരാൻ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇന്നുൾപ്പെടെ ഇപ്പോൾ നിലവിലുൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. അവരുടെ തന്നെ പ്രതീകാത്മകമായി കോലം സൃഷ്ടിച്ച് അർഹതയില്ലാത്തവർ എന്ന് ആ കോലത്തിൽ എഴുതി ഇപ്പോൾ ഇതിനു മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വരും ദിവസങ്ങളിലും ഈ അവസാനത്തെ 2 ദിവസത്തിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മന്ത്രിസഭാ യോഗം നടന്നിരുന്നു. അതിലും നിരാശയായിരുന്നു ഫലം. അതിനുശേഷം ഇപ്പോഴാണ് നിരവധിയായ സഹന സമരങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികൾക്ക് അല്പം ഒരു ആശ്വാസമായിക്കൊണ്ട് 45 പേർക്ക് അഡ്വൈസ് മെമ്മോ ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പേർ ഈ സമരത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇവരുടെ ഒരു അഭിപ്രായം, ഇവരുടെ ഒരു നിലപാടനുസരിച്ച് ഇനിയും നിയമനങ്ങൾ നടത്താൻ ബാക്കിയുണ്ട്. 50% പോലും ഇപ്പോഴും നിയമനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഇപ്പോഴുള്ള നിലപാട്. വരും ദിവസങ്ങളിലും ഈ വരുന്ന 2 ദിവസങ്ങളിൽ ഉൾപ്പെടെ ശക്തമായി തന്നെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇവരുടെ സഹന സമരങ്ങളിൽ തുടക്കം മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ശയനപ്രദക്ഷിണം വെച്ചും ഒപ്പിൽ കാലുകുത്തി നിന്നും മുട്ടുകുത്തി നിന്നും ചോര ഉപയോഗിച്ച് പ്ലക്കാർഡ് ഉൾപ്പെടെ എഴുതിയും ഉൾപ്പെടെയുള്ള സമര രീതികളാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 17 ദിവസമായി തുടരുന്നത്. നിരാഹാര സമരം 17ാം ദിവസത്തിലാണ്. എന്ത് തന്നെ ആയാലും ഈ സമരം ശക്തമായി തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സമരത്തിലെ പ്രതിനിധി തന്നെ പ്രതികരിക്കുകയാണ്. ആ പ്രതികരണത്തിലേക്ക് മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ എഴുതിയ ഒരു എക്സാമിൽ നിന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കട്ട് ഓഫ് ആയിട്ടുള്ള 60.67 നേടിയിട്ട് ഞങ്ങൾ ഈ 967 പേര് ഈ ലിസ്റ്റിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയൊരു അർഹത എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് എല്ലാ പൗരനും ഉപയോഗിക്കുന്ന ഒരു വോട്ട് എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ എല്ലാവരും WCPO ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ഇനി അർഹതയുള്ളവർക്ക് മാത്രമേ ആ വോട്ട് നൽകൂ എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു ചെറിയൊരു സമരമുറയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്ത നിമിഷത്തിൽ അവർ നടത്താൻ പോകുന്ന സമരത്തെക്കുറിച്ചായിരുന്നു ഉദ്യോഗാർത്ഥി നമ്മളോട് പ്രതികരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം CMന്റെ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഈ അർഹതയുള്ളവർക്കുൾപ്പെടെ നിയമനം നടത്തി എന്നായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ബാലറ്റ്, പ്രതീകാത്മകമായ ഒരു ബാലറ്റ് പെട്ടി സൃഷ്ടിക്കുകയും അതിൽ അർഹതയുള്ളവർക്ക് എന്നെഴുതി അതിൽ വോട്ട് പ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അവർ ഇവിടെ നടത്തി വരുന്നത്. എന്ത് തന്നെ ആയാലും ഇനി ഏപ്രിൽ 19 അർദ്ധരാത്രിയോടുകൂടിയായിരിക്കും ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക. ഇപ്പോഴും 50% പോലും നിയമനം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 967 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഇവർ വിവരാവകാശ നിയമപ്രകാരം നടത്തിയ ആ സമരത്തിൽ അന്വേഷണത്തിൽ 570 ഒഴിവുകളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്ത് തന്നെയാലും അതനുസരിച്ച് ഇനിയും നിയമനങ്ങൾ നടത്താനുണ്ട് എന്നതാണ് ഇവരുടെ ഒരു ഭാഗം. എന്തായാലും ഈ ബാലറ്റ് പെട്ടി പ്രതീകാത്മകമായി വോട്ട് രേഖപ്പെടുത്തി അർഹതപ്പെട്ടവർക്ക് എന്നൊരു പേപ്പറിൽ ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിലും ഈ 2 ദിവസം ഏപ്രിൽ 19 അവസാനിക്കും. ആ നിമിഷം വരെയും സമരം തുടരുമെന്ന് തന്നെയാണ് നിലപാട്. എങ്കിലും ഈ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്നുൾപ്പെടെ 45 പേർക്ക് ഈ ഒരു അഡ്വൈസ് മെമ്മോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാന ദിവസത്തിലും ഇവർക്ക് പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, പോലീസ് പോലൊരു പോസ്റ്റിലേക്ക്, CPO പോലുള്ള പോസ്റ്റിലേക്ക് പഠിച്ച് പ്രയത്നിച്ച് നിരവധി
ഘട്ടങ്ങളുണ്ട്. അതൊക്കെയും കടന്ന് ഉയർന്ന കട്ട് ഓഫോട് കൂടി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. എന്നിട്ടും ഈ തെരുവിൽ സമരം ചെയ്യേണ്ട വിവിധങ്ങളായ സഹന സമരങ്ങളിലേക്ക് കടക്കേണ്ട അവസ്ഥ എത്തിയതിൽ വലിയ വിഷമമായിരുന്നു നമ്മൾ ഉൾപ്പെടെ കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത്. അല്പം ഒരു ആശ്വാസം എന്നതുപോലെയാണ് ഇന്നിപ്പോൾ ഈ 45 പേർക്ക് ഈ അഡ്വൈസ് മെമ്മോ വന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസത്തിലും കുറച്ചു പേർക്ക് കൂടി നിയമനം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവരിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നിന്നും നമ്മോട് പങ്കുവയ്ക്കുന്നത്. ലക്ഷ്മി, മറ്റൊരു സമരം കൂടി ഇന്ന് നടക്കുകയാണ്. മീര മനോഹരനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പങ്കുവച്ചത് സമരത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കൽ.